എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി പുലിപ്പേടിയിലാണോ? വൈകുന്നേരമായി കഴിഞ്ഞാൽ പലർക്കും ഫോൺ വിളിച്ച് ചോദിക്കാനായിട്ടുള്ള പ്രധാന ചോദ്യം ഇന്ന് പുലി എവിടെയാണെന്നാണ്. പുലി എവിടെയാണ്? പുലിയെ അവിടെ കണ്ടോ? പുലിയെ ഇവിടെ കണ്ടോ? ഇതാണ് ആളുകൾക്ക് സംസാര വിഷയം. പുലി എവിടെയാണ് എന്നുള്ള ചോദ്യങ്ങൾ ആണ് പലപ്പോഴും പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും ചാലക്കുടി നഗരസഭയുടെ പല ഭാഗങ്ങളിലും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒപ്പം സമീപ പഞ്ചായത്തുകളിലും ഒക്കെ തന്നെ ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി അതുപോലെ തന്നെ സ്വല്പം പാനിക്കാവുന്ന കണ്ടീഷനിൽ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സംഭവം ഈ പുലിയെക്കുറിച്ചാണ്. ആളുകൾക്ക് ഭയാശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വളരെ അടിയന്തരമായ ചില തീരുമാനങ്ങൾ ഭരണ സംവിധാനങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ രാമനിലയത്തിൽ ഭവന റവന്യൂ വകുപ്പ് മന്ത്രി ആദരണീയനായ കെ രാജൻ്റെയും മന്ത്രി സനീഷ് കുമാർ ജോസഫിൻ്റെയും നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ DFO ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കളക്ടർ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയ ഭരണ മേഖലയിൽ ജനപ്രതിനിധികളായ ആളുകളെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് ആ യോഗം ചേർന്നത്. യോഗത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തത്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം ശനിയാഴ്ച തന്നെ ആരംഭിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം. അതുമാത്രമല്ല, കൂടുതൽ RRT സംഘങ്ങളെ ഉപയോഗിച്ച് പുഴയുടെ ഇരുഭാഗങ്ങളിലും നിരീക്ഷണം ശക്തമാക്കും. അങ്ങനെ ജനങ്ങളുടെ ഭയാശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ, ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ജനങ്ങൾ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഫോറസ്റ്റ് സംവിധാനങ്ങളും കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ MLA സനീഷ് കുമാർ ജോസഫ്, കളക്ടർ, DFO ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവരുടെ യോഗത്തിലെടുത്തിട്ടുള്ള പ്രധാന തീരുമാനങ്ങൾ. അതോടൊപ്പം തന്നെ കാടുകുറ്റിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം പുലിയെപ്പോലെയുള്ളൊരു ജീവി ഒരു പട്ടിക്കുട്ടിയെ കടിച്ചു കുടഞ്ഞു എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ആ വാർത്ത ചെയ്തിട്ടുള്ളത്. എന്നാൽ അത് പുലിയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല. പൂച്ചപ്പുലിയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതെന്നാണ് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി അവർ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി മെസ്സേജിലൂടെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രദേശത്ത് തന്നെ ശനിയാഴ്ച ഈ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ആരംഭിക്കും. അതുകൊണ്ട് ആളുകൾ കുറച്ച് ദിവസത്തെ കൂടി ഒന്ന് ജാഗ്രതയോടുകൂടി ഇരിക്കണം. എന്തായിരുന്നാലും ഈ പുലിപ്പേടി ചാലക്കുടിയിൽ നിന്ന് അധികം താമസിയാതെ തന്നെ അസ്തമിക്കും. ഇത്തരത്തിൽ ഭയാശങ്കകൾ സൃഷ്ടിക്കുന്ന പുലിയെ പിടികൂടുവാനും അതിനുള്ള സജ്ജീകരണങ്ങളുമായി ഫോറസ്റ്റ് RRT സംവിധാനങ്ങൾക്ക് കൂടുതൽ ഇടപെടൽ നടത്താൻ ഭരണ മേഖലയിൽ നിന്നൊക്കെ തന്നെ അനുമതി നൽകിക്കഴിഞ്ഞു. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ചാലക്കുടിയിൽ പുലിയെ കണ്ട സംഭവം അടിയന്തര യോഗം ചേർന്നു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിക്കും. ചാലക്കുടിയിൽ പുലിയെ കണ്ട സംഭവത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ്റെയും സനീഷ് കുമാർ ജോസഫ് MLA നേതൃത്വത്തിൽ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നു. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് ശനിയാഴ്ച രാത്രി തന്നെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ തിരച്ചിൽ നടത്തണമെന്നും പുലിയുടെ സഞ്ചാരദിശ നോക്കി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കണമെന്നും മന്ത്രി കെ രാജൻ DFO ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. പുലിയെ കണ്ടുപിടിക്കുന്നതിനുള്ള ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഉടനെ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കാൻ മന്ത്രി DFO ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുവാനും തിങ്കളാഴ്ച ജനകീയ തിരച്ചിൽ നടത്തുവാനും യോഗം നിർദ്ദേശിച്ചു. RRT സംഘടനകളെ കൂടുതൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിൽ 24 മണിക്കൂർ സജ്ജമായ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ടെന്നും പുലിയെ കണ്ടാൽ ഉടൻ ജനങ്ങൾക്ക് 9188407529 എന്ന നമ്പറിൽ അറിയിക്കാമെന്നും DFO പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM ടി മുരളി, ചാലക്കുടി DFO M വെങ്കടേശ്വരൻ, വാഴച്ചാൽ DFO R ലക്ഷ്മി, RFO ഉദ്യോഗസ്ഥർ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ട്രുമഠത്തിൽ, കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിൽ കുറുവക്കടവ് ഭാഗത്ത് കണക്കാപ്പറമ്പിൽ നന്ദിനിയുടെ വീട്ടിലെ നായക്കുട്ടിയെ പുലി ആക്രമിച്ചതായിട്ടുള്ള വിവരം ഇതിനോടകം തന്നെ ചാലക്കുടി കേന്ദ്രീകരിച്ച് പല പ്രദേശങ്ങളിലും പ്രചരിച്ചിട്ടുണ്ട്. സ്ഥലം MLAയും പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും താലൂക്കിൽ നിന്നും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. കൊരട്ടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. പ്രദേശത്തെ ക്യാമറയുള്ള വീടുകൾ പരിശോധിച്ചിരുന്നു. നിലവിൽ കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പൂച്ചപ്പുലിയുടേതാണെന്നാണ് ഫോറസ്റ്റ് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം. ശനിയാഴ്ച വൈകിട്ട് ഡ്രോൺ പരിശോധന നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇന്നുകൂടി ജനങ്ങളെല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതുണ്ടെന്നും വീട്ടിലെ പുറത്തുള്ള ലൈറ്റുകൾ കത്തിച്ചിടുകയും വളർത്തുമൃഗങ്ങളെ സാധിക്കുന്നിടത്തോളം സുരക്ഷിതരാക്കാനും ശ്രദ്ധിക്കണമെന്നും നിലവിൽ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത ആവശ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അറിയിച്ചു.